വ്യാജ വായ്പയിലൂടെ 35 ലക്ഷം രൂപ തട്ടി എന്ന കേസിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവ് വരുന്നത്. മുൻ മാനേജറായ ബിജു കരീമിനെതിരെയാണ് കേസ്. ആദ്യമായിട്ടാണ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത്. MS റിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അതെ, റിഷോയ് ഉള്ളത് ഈ പരാതി നൽകിയ വ്യക്തിയുടെ വീട്ടിലാണ്. 35 ലക്ഷം രൂപയാണ് വായ്പ തട്ടിയെടുത്തത്. MS റിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് ഇത്രയും വലിയ കാത്തിരിപ്പായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ ഒരു നിമിഷം ആശ്വാസമുണ്ടാകും. മാത്രമല്ല മറ്റു പരാതിക്കാർക്കും വലിയ പ്രതീക്ഷയായിരിക്കും ഈ ഉത്തരവ്. തീർച്ചയായും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വ്യാജ ലോണുകൾ എടുത്ത് തട്ടിപ്പ്, പണം വലിയ തോതിൽ തട്ടി എന്നുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്നത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ നേരത്തെ എടുത്തിരുന്ന, വളരെ കുറച്ച് തുക വായ്പ എടുത്തിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയ്ഷയ്ക്ക് ഉൾപ്പെടെ ഒരു ബാങ്കിൽ നിന്ന് നോട്ടീസ് നൽകുന്നത്. 35 ലക്ഷം രൂപ അവർ തിരിച്ചടയ്ക്കാനുണ്ട്, ആ പണം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇവർ അത്രത്തോളം തുകയൊന്നും തന്നെ എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ എടുത്തിരുന്ന വായ്പാ തുക അത് തിരിച്ചടക്കുകയും ചെയ്തു. 2013 വായ്പ എടുത്തിരുന്നത്. അതിനുശേഷം ആ തുക തിരിച്ചടക്കുകയും ചെയ്തു. നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ വിശദീകരിക്കും. എന്നാണ് വായ്പ എടുത്തത്, എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഒരു 2014 ആയപ്പോഴാണ് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് കൊടുത്ത് ഞങ്ങളത് കടം വീട്ടി. പിന്നെ ആൾക്ക് അപ്പോഴേക്കും സുഖമില്ല, ഇതൊക്കെ ഇത്തിരി ഇതായി. അസുഖം, കരളിന് അസുഖമായിരുന്നു. പിന്നെ ആള് ഇങ്ങനെ കുറേ നാളിങ്ങനെ കിടന്നു. പിന്നെ ആള് 2018 ആള് മരിച്ചു. അപ്പോൾ മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇത്രയും പൈസ ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ട് വന്നത്. പക്ഷെ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ അറിവ്. ഞങ്ങൾക്ക് ഇതിന്റെ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ടില്ല. പിന്നീട് കോടതിയിൽ ബോധ്യപ്പെട്ടു. കോടതിയിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്തു. പക്ഷെ അവര് ഈ ബാങ്കിൽ ഇങ്ങനെ ഓരോ രേഖകൾ കാണിച്ച് ഞങ്ങളെ തിരിച്ചയച്ചു. പിന്നെ ക്രൈംബ്രാഞ്ചിലും അവിടെയും പോയി കൊടുത്തു. പക്ഷെ അവരൊക്കെ ഇത് തന്നെയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ കോടതിനെ സമീപിച്ചു. ഇപ്പൊ കോടതിയിൽ നിന്ന് എന്താ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു? അത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അറിയാം? അത് ഫോർവേഡ് ചെയ്യാനായിട്ടാണ് പോലീസിന് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള. ഇപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മുടെ പേരിൽ ഓൾറെഡി ലോൺ എടുത്തു എന്നുള്ളതാണ് കോടതിയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതെ. അപ്പൊ അതൊരു അന്വേഷണത്തിന് ഇതാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും നിങ്ങൾ ഇത് ഈ പണം വീട്ടി അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണല്ലേ നിങ്ങൾ ഇങ്ങനൊരു തട്ടിപ്പ് അറിയണത്? അന്ന് ബിജു കരീം തന്നെയായിരുന്നു. ആളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു, കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് പുറത്ത് പോയിട്ടാണ്, വീട്ടിലേക്കല്ല പുറത്ത് ഇങ്ങനെ കാണാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. അന്നൊന്നും ഈ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങൾ ഇത്ര എടുത്തിരുന്നു എന്ന് തന്നെയാണ് അവര് വീണ്ടും പറഞ്ഞിരുന്നത്? ലോണ് ഇത്രയും 35 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേട്ടൻ തന്നെ തിരിച്ചടയ്ക്കെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള അതൊന്നും ഇല്ലല്ലോ. 3 മക്കളാണ്, അവര് പഠിക്കാണ്. അപ്പൊ അതൊക്കെ എല്ലാവരും സഹായം കൊണ്ടാണ് കഴിഞ്ഞു പോണത്. അപ്പം ഇതിനെ കുറിച്ച് ഭർത്താവ് നേരത്തെ ഒന്നും പറഞ്ഞിട്ടുമില്ല? ഇങ്ങനെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഒരു അറിവില്ല? ഒന്നുമില്ല. ഈ 5 ലക്ഷം എടുത്തത് വീട്ടി. അതിപ്പോ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ് ഞങ്ങളത് വീട്ടിയത്. പക്ഷെ വേറെ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ബാങ്കിൽ നിന്ന് ഇവര് നോട്ടീസ് കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ വേറെ മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ നേരെ നിയമ നടപടിക്ക് പോയി നമ്മൾ? അതെ. പിന്നെയാണ് ബാങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഞങ്ങള് കീഴിലുണ്ട്. ഇതിന് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്നത്. ആള് മരിച്ചതിന് ശേഷം പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ബാങ്കിൽ ഇങ്ങനെ ഇതൊക്കെ തട്ടിപ്പുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നത്. ഇത്രയും പൈസ ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇപ്പൊ അതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇനി നടക്കണം. തീർച്ചയായും. അതായത് ഇവർ പറയുന്നത് കൃത്യമാണ്. അതായത് നേരത്തെ ഇവർ ഈ ഒരു പ്രശ്നം പുറത്തു വരുന്നതിന് ശേഷമാണ് പിന്നീട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ 2018 ശേഷമാണ് പുറത്തു വരുന്നത്. അപ്പോഴാണ് ഇവരും മനസ്സിലാക്കുന്നത് തങ്ങളും സമാനമായ രീതിക്കുള്ള തട്ടിപ്പിനാണ് ഇരയാക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അതായത് ആദ്യം 5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്. ആ 5 ലക്ഷം രൂപയ്ക്ക് ഇവർ ഈടുവെച്ച ആ ആധാരത്തിന്മേൽ വീണ്ടും ഈ ബാങ്ക് അധികൃതർ തന്നെ ലോൺ കൂട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഈ വീടിന്റെ ആധാരം വെച്ചിട്ടാണോ ലോൺ എടുത്തിരുന്നത്?
അപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നോട്ടീസൊക്കെ വന്നിരുന്നു. നോട്ടീസ് വന്നു. എന്താ പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ തട്ടിപ്പൊക്കെ നടന്നു എന്നുള്ളത്. അപ്പൊ പിന്നെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിലും ആദ്യം പോയി, പിന്നെ അവിടേക്ക് പോയിട്ടൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങള് വക്കീലിനെ കണ്ട് കോടതി മുഖേന അത് കേസ് അന്വേഷണത്തിന് ഇതായിട്ട്. പിന്നെ ഇത്രയും പൈസ വന്നു എന്നാ അക്കൗണ്ടിൽ കൂടെ ഒരു പൈസയും വന്നതായിട്ട് കാണുന്നില്ല. 35 ലക്ഷം ലോണൊന്നും അക്കൗണ്ടിൽ കൂടെ വന്നതായിട്ട് കാണുന്നില്ല. അതാണ് തങ്ങൾ അറിയാതെ തങ്ങളുടെ വസ്തു ഉൾപ്പെടെയുള്ള ഇടപാടുകൾ വെച്ച് ലോൺ എടുത്ത് ഈ ഒരു കുടുംബത്തെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് എത്തിച്ചു. അതിനുശേഷം പിന്നീട് ഒരു നിയമ പോരാട്ടത്തിലൂടെ ഇവർക്കിപ്പോൾ നീതി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോൺ നടപടികൾ, അതായത് ഈ ലോൺ തിരിച്ചെടുക്കൽ നടപടികൾ, ഈ സ്ഥലം പിടിച്ചെടുക്കൽ നടപടികളൊക്കെ എന്തായാലും താൽക്കാലികമായി റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നടക്കും. എന്തായാലും മറ്റു നടപടികളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ. ഇനി എന്തായാലും ഈ ബിജു കരീമിനെ സംബന്ധിച്ചിടത്തോളം ബിജു കരീം ED-യുടെ കേസിലും അതുപോലെ തന്നെ പോലീസിന്റെ കേസിലും ഒക്കെ പ്രധാനപ്പെട്ട പ്രതിയാണ്. ബിജു കരീമിന്റെ നേതൃത്വത്തിലാണ് എല്ലാ തട്ടിപ്പുകളും നടന്നതെന്ന് നേരത്തെ തന്നെ കാരണം 5 ലക്ഷം രൂപ അവർ അവരുടെ സ്വന്തം വീട് പണയപ്പെടുത്തിയാണ് വായ്പ എടുത്തത്. 5 ലക്ഷം രൂപ അവർ പൂർണ്ണമായും തിരിച്ചടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് മറ്റാരോ ബിജു കരീമോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഉന്നതർ ഈ 35 ലക്ഷം രൂപ വായ്പ എടുക്കുന്നു. എന്നിട്ട് ഇവരത് തിരിച്ചടയ്ക്കണം, അവരുടെ വീട് പോലും പോകുന്ന ഗതികേടായിരുന്നു.